നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. കൊടകര കുഴൽപ്പണക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച ഇ.ഡി. കേസിൽ ആകെ 23 പ്രതികളെന്ന് കുറ്റപത്രം. പണം എത്തിച്ചത് ബി.ജെ.പിക്ക് വേണ്ടിയെന്ന പോലീസ് കണ്ടെത്തൽ ഇ.ഡി. തള്ളി. കുറ്റപത്രം ബി.ജെ.പി നേതാക്കളെ സംരക്ഷിക്കാനെന്ന് തിരൂർ സതീഷ്. നിയമ പോരാട്ടം തുടരുമെന്നും തിരൂർ സതീഷ്. സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കി. എതിർക്കാതെ ആശങ്ക അറിയിച്ച് പ്രതിപക്ഷം. പ്രത്യാഘാതം പഠിക്കണം. അണക്കെട്ടുകളുടെ ബഫർ സോൺ ഉത്തരവ് പിൻവലിച്ചു. നടപടി പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിൽ. പൊതുസ്ഥലത്തെ പരിപാടികൾക്ക് ഫീസ്. അധിക വിഭവ സമാഹരണം ലക്ഷ്യം. നിയമസഭാ സമ്മേളനം അവസാനിച്ചു. മലപ്പുറം മുൻ SP സുജിത് ദാസിന് വീണ്ടും നിയമനം ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ SP ആയി. മരമുറി വിവാദത്തിൽ സസ്പെൻഷനിലായിരുന്നു സുജിത് ദാസ്. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വൻ നഷ്ടത്തിലെന്ന് CAG. 131-ൽ 77 നഷ്ടത്തിൽ, 44 സമ്പൂർണ്ണമായി തകർന്നെന്നും 18 അടച്ചുപൂട്ടലിന്റെ ഘട്ടത്തിലെന്നും കണ്ടെത്തൽ. ഓഡിറ്റിനായി KSRTC കണക്കുകൾ നൽകുന്നില്ലെന്നും CAG. ADGP MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സാവകാശം തേടി വിജിലൻസ്. അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ 45 ദിവസം വേണമെന്ന് കോടതിയിൽ. ഹർജി മെയ് 6 വിജിലൻസ് കോടതി വീണ്ടും പരിഗണിക്കും. തിരുവനന്തപുരം നെടുമങ്ങാട് ലഹരി മിഠായിയുമായി 3 പേർ പിടിയിൽ. പിടിയിലായ തമിഴ്നാട് സ്വദേശികൾ. പാഴ്സലെത്തിയത് വട്ടപ്പാറ സ്വകാര്യ ബോയ്സ് ഹോസ്റ്റലിൽ അഡ്രസ്സിൽ. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ ദുരൂഹതയെന്ന ബന്ധുക്കൾ. അന്വേഷണം ആവശ്യപ്പെട്ട IBക്കും പേട്ട പോലീസിനും പരാതി നൽകി. മരണത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. മേഘ ജീവനൊടുക്കിയത് ഇന്നലെ ട്രെയിനിന് മുന്നിൽ ചാടി. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രത്തിൽ ചെന്താമരയ്ക്കെതിരെ ദൃക്സാക്ഷിയുടെ നിർണായക മൊഴി. കൊലയ്ക്ക് കാരണം വ്യക്തിവൈരാഗ്യമെന്നും കുറ്റപത്രത്തിൽ. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിൽ സുപ്രീം കോടതി നിയോഗിച്ച സമിതിയുടെ പരിശോധന. ജഡ്ജിയുടെ മൊഴിയും രേഖപ്പെടുത്തി. നോട്ടുകെട്ടുകൾ കണ്ടെടുത്ത സംഭവം ഗൗരവതരമെന്ന് രാജ്യസഭാ ചെയർമാൻ. കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ പരിശീലകൻ. സ്പാനിഷ് കോച്ച് ഡേവിഡ് കറ്റാലയെ കോച്ചായി നിയമിച്ചു. സൂപ്പർ കപ്പിന് മുമ്പ് കറ്റാല ടീമിനൊപ്പം ചേരും. കരാർ 1 വർഷത്തേക്ക്.